إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الرحمن على العرش استوى. സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അത്യുത്തമമായ രണ്ട് നാമങ്ങളാണ് അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ നാമങ്ങൾ. സൃഷ്ടിക്കൽ എന്ന പ്രവർത്തനം അള്ളാഹുവിനുണ്ട് എന്നാണ് ഈ രണ്ട് നാമങ്ങളും അറിയിക്കുന്നത്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് പുതുതായി സൃഷ്ടിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ ധാരാളം എണ്ണം, ധാരാളം ഇനം, കണക്കില്ലാതെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ എന്നാണ് ഖല്ലാഖ് എന്ന നാമം അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ ഖാലിഖ് എന്ന അല്ലാഹുവിന്റെ നാമം 11 തവണയും അൽ ഖല്ലാഖ് എന്ന നാമം 2 തവണയുമാണ് വന്നിട്ടുള്ളത്. സൃഷ്ടിക്കുന്നവൻ, പടച്ചവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ അത്യുത്തമമായ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹുൽ ഖാലിഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു സൃഷ്ടിക്കുന്നവൻ, അൽ ബാരി, അവനാണ് നിർമ്മിക്കുന്നവൻ, അൽ മുസവ്വിർ, അവനാണ് രൂപം നൽകുന്നവൻ. സൃഷ്ടിക്കുകയും പടച്ചുണ്ടാക്കുകയും രൂപം നൽകുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു മാത്രമല്ല, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഇതര ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവുണ്ടല്ലോ, ഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എത്രയും സൃഷ്ടിക്കാൻ കഴിയുന്നവനും എല്ലാ സൃഷ്ടികളെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനുമാണ്. എത്രയും എണ്ണം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, ആ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു
എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തു യാസീനിലെ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ബല വഹുവൽ ഖല്ലാഖുൽ അലീം, അറിയുക, എന്തെന്നാൽ കാര്യം അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാം സൃഷ്ടിക്കുന്നവൻ, എത്രയും എണ്ണം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, ഏത് ഇനം സൃഷ്ടികളെയും നിർമ്മിക്കാൻ കഴിയുന്നവനാണ്. അൽ അലീം, അവനെല്ലാം അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാത്തെയും സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്ന വിശ്വാസം തൗഹീദിന്റെ അടിസ്ഥാന ഭാഗമാണ്. റുബൂബിയത്തിൽ പോലും പങ്കു ചേർക്കുന്ന ആളുകൾ അല്ലാഹു അല്ലാത്ത പലതിനെയും പലരും സൃഷ്ടിക്കുന്നുണ്ട് എന്നും പടച്ചവൻ മറ്റുള്ളവരാണ് എന്നുമൊക്കെ പറയുന്ന വാദങ്ങൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ഷൈഅ് എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാകണമെന്നു പോലുമില്ല. ജീവനുണ്ടെങ്കിലും അല്ലെങ്കിലും എന്തിനേയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഷൈഅ് എന്ന അറബി പദം. ആ പദത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അള്ളയാണ്, പടച്ചവൻ റബ്ബ് മാത്രമാണ്. പടച്ചവനായിട്ടുള്ളവൻ, എല്ലാം പടക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, കുൽ നബിയെ അങ്ങ് പറയണം, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു ആണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനെന്ന് താങ്കൾ പ്രഖ്യാപിക്കണം പ്രവാചകരെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവ്, അതാണ് നിങ്ങളുടെ റബ്ബ്. എന്തേ അവന്റെ പ്രത്യേകത? ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൻ അവനാണ് നിങ്ങളുടെ റബ്ബ്, വേറെ ഒരാളുമല്ല നിങ്ങളുടെ റബ്ബ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ ഹൃദയത്തിൽ തട്ടിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു അല്ലാതെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, ആരെ ആരാധിച്ചാലും, ആരിൽ നിന്ന് അഭൗതികമായ നിലക്ക് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുകയും പേടിക്കുകയും ചെയ്താലും അവരൊന്നും സൃഷ്ടിക്കുന്നില്ലല്ലോ എന്നാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു സ്രഷ്ടാവുണ്ടോ? പടച്ചവനായി റബ്ബല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ചില സൃഷ്ടികളെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, ഖലഖസ് സമാവാതി വൽ അർദ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നുമില്ലാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെ കൊണ്ട് ചായ്ഞ്ഞു പോകാതിരിക്കാൻ ഭൂമിയിൽ അവൻ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എല്ലാ ഇനം സസ്യങ്ങളും അവനതിൽ മുളപ്പിച്ചിരിക്കുന്നു, ജീവജാലങ്ങളെ അവൻ തന്നിരിക്കുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ഭൂമിയിൽ പലതിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വെള്ളം വരിക വഴി ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, മാന്യമായ എല്ലാ ഇണകളും ഇതാ ഭൂമിയിൽ മുളച്ചു വരികയാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ലുഖ്മാനിൽ 10-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് 11-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യം, സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ആരോടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണത്? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടിയാണ്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരുമോ? ആരോടും നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അല്ലാഹു അല്ലാതെ എന്തിനെയെങ്കിലും ഒന്ന് സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇതൊക്കെ റബ്ബ് സൃഷ്ടിച്ചതാണെങ്കിൽ ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ റബ്ബ് സൃഷ്ടിച്ചതാണ്. ഫഅറൂനി, നിങ്ങളൊന്ന് കാണിച്ചു തരുവിൻ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരൂ നിങ്ങൾ. ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ, അത്തരം അക്രമികളുണ്ടല്ലോ, വഴിപിഴവിലാണവർ, അവർ വിദൂരമായ വ്യക്തമായ വഴികേടിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത്. സഹോദരങ്ങളെ, ഒരു വേള മക്കയിലെ ബഹുദൈവാരാധകർ പോലും അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ് സൃഷ്ടിക്കുന്നവൻ അല്ലാഹ് മാത്രമാണ് എന്ന കാര്യം. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് ആ കാര്യം അറിയിക്കുന്നത്? സൂറത്തുൽ അൻകബൂത്തിലെ
61-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല ഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ്? വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? ലയഖൂലുന്ന, അവർ പറയും അല്ലാഹ്, അത് അല്ലാഹുവാണ്, അത് അല്ലാഹുവാണ് എന്ന് ബഹുദൈവാരാധകർ പോലും പറയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 25-ലും സൂറത്തുൽ സുമറിലെ 38-ലും സൂറത്തുൽ സുഖ്റുഫിലെ 9-ലുമൊക്കെ ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പടച്ചവനായ റബ്ബും പടപ്പുകളായ നമ്മളും ഒരിക്കലും തുല്യരാവുകയില്ല. ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്ന റബ്ബ് സൃഷ്ടിക്കാത്ത നിങ്ങളെ പോലെയാണോ? സൃഷ്ടിക്കാൻ കഴിവുള്ള പടച്ചവൻ പടപ്പുകളെ പോലെയാണോ? അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങൾ എന്താ ചിന്തിച്ചു മനസ്സിലാക്കാത്തത് എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന് ഖുർആൻ നിരത്തുന്ന വിവിധ ന്യായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ന്യായം അള്ളാഹു മാത്രമാണ് ഖാലിഖ് എന്ന വാദമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. എന്തേ കാരണം? അള്ളാഹു മാത്രമാണ് ഖാലിഖ്, മറ്റുള്ളവരെല്ലാം മഖ്ലൂക്കാണ്. ഖാലിഖായ റബ്ബിനോട് മാത്രമേ മഖ്ലൂക്കായ ആരും ദുആ ചെയ്യാവൂ എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉദാഹരണ സഹിതം ആ കാര്യം പഠിപ്പിച്ചു തന്നു. അല്ലാഹു പറയുകയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. എങ്കിൽ ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ അവസ്ഥ എന്താണ്? ലാ യഖ്ലുഖൂന ശൈആ, ലാ യഖ്ലുഖൂന ശൈആ, അവർ യാതൊന്നും സൃഷ്ടിക്കാത്തവരാണ്. അല്ലാഹു അല്ലാതെ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടോ ആ എല്ലാ ലിസ്റ്റും എടുത്താലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്താണ്? ലാ യഖ്ലുഖൂന ശൈആ, അവർ യാതൊന്നിനെയും സൃഷ്ടിച്ചവരല്ല. അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും സ്വാലിഹുകളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും ബീവിമാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ഇനി ഏത് വ്യക്തികളെ ഏത് മതവിഭാഗം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ലാ യഖ്ലുഖൂന ശൈആ, അവർ യാതൊന്നും സൃഷ്ടിക്കാത്തവരാണ്. വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ ഖുർആനിന്റെ അധ്യാപനം. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം അല്ലാഹ് മാത്രമാണ് സൃഷ്ടാവ്, ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് ഒന്നുകൂടി പറഞ്ഞു, ചില ആളുകളൊക്കെ മരിച്ചവരെയാ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു, അംവാത് ഗൈറു അഹ്യാ, അവർ മരിച്ചുപോയവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർക്ക് തന്നെ അറിയുകയില്ല. എന്നിട്ട് അവരോടാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു ചോദ്യത്തിലൂടെ ഉദാഹരണ സഹിതം വീണ്ടും ഈ കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ളുരിബ മസൽ, നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ലൻ യഖ്ലുഖൂ ദുബാബാ, അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു തേടിയാലും അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വലവിജിതമഉ ലഹു, അതിനുവേണ്ടി അവരെല്ലാം ഒന്നിച്ചു നിന്നാലും ഒരുമിച്ച് കൂടിയാലും, അല്ലാഹു അല്ലാതെ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ മുഴുവൻ ഒന്നിച്ചു നിന്നാലും ഒരീച്ചയെപ്പോലും ദുബാബൻ, ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅ, ആ ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതൊന്ന് തിരിച്ചു വാങ്ങാൻ പോലും ഇവർക്ക് കഴിയില്ല. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ലഅഫത്വാലിബു വൽ മത്ലൂബ്, തേടുന്ന ഇവരും തേടപ്പെടുന്നവരും അതീവ ദുർബലരാണ്, അതീവ ദുർബലരാണ്. അതീവ ദുർബലരായ അല്ലാഹു അല്ലാത്ത പടപ്പുകളെയാണ് പല ആളുകളും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖാലിഖായ റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദംബി അഅ്ലം, പ്രവാചകരെ, അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ള അപകടകാരിയായ തിന്മ ഏതാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്?
അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിന് സമന്മാരെ കൽപ്പിക്കൽ. വഹുവ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് ആ റബ്ബിൽ നീ സമന്മാരെ വെക്കൽ. ചില റിവായത്തിൽ കാണാം അൻ തദ്ഉ ലില്ലാഹി നിദ്ദ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ നീ വിളിച്ചു പ്രാർത്ഥിക്കൽ. വഹുവ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും വലുപ്പമുള്ളത്, ആദ്യം അല്ലാഹു സൃഷ്ടിച്ചവയിൽപ്പെട്ടത് അല്ലാഹുവിന്റെ അർശാണ്, അവന്റെ സിംഹാസനമാണ്. അവന്റെ അർശുമായി ബന്ധപ്പെട്ട എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ച അർശുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടും. അർശ് അഥവാ അവന്റെ സിംഹാസനം എന്നത് ആഴമുള്ള പഠനത്തിന് വിഷയീഭവിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശുമായി ബന്ധപ്പെടുത്തി ചില തിന്മകൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ തിന്മകളുടെ ഗൗരവം കൊണ്ടാണത്. അർശുമായി ബന്ധപ്പെടുത്തി ചില നന്മകൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആ നന്മയുടെ പ്രാധാന്യം കൊണ്ടാണത്. പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞു, അർശുർ റഹ്മാൻ, പരമകാരുണികന്റെ അർശുണ്ടല്ലോ, സിംഹാസനമുണ്ടല്ലോ, ഹുവ അഅ്ലമുൽ മഖ്ലൂഖാത്ത്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളതാണ്. വ ഔസഉഹ, ഏറ്റവും വിശാലമായതാണ്. വ അക്ബറുഹ, ഏറ്റവും വലുപ്പമുള്ളതാണ്. വ അവ്വലുഹ, ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ ഏറ്റവും മഹത്വമുള്ള ആദ്യം സൃഷ്ടിച്ചവയിൽപ്പെട്ടതാണ് അവന്റെ അർശ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുജനന്മാരെ അർശിന്റെ വലുപ്പവും മഹത്വവും പഠിപ്പിക്കാൻ ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റസൂലുള്ള പറയുകയാണ് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂദർ, അബൂദർറെ, മസ്സമാവാതു സബ്ഉ ഫിൽ കുർസിയി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർളിൻ ഫലാത്ത്. അബൂദർറെ, അല്ലാഹുവിന്റെ കുർസിയുണ്ടല്ലോ, അവന്റെ മൗദുഉ ഖദമിൽ ജന്ന, അവൻ മൗദുഉ ഖദമിൽ റഹ്മാൻ, റഹ്മാന്റെ കാല് വെക്കുന്ന സ്ഥലം, പരമകാരുണികനായ അല്ലാഹുവിന്റെ പരിശുദ്ധ പാദം വെക്കുന്ന കുർസിയുണ്ടല്ലോ, അതെങ്ങാനും അർശിന്റെ അടുക്ക് കൊണ്ടുപോയി വെച്ചാൽ വിശാലമായ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചതുപോലെയായിരിക്കും. അർശിന്റെ അടുക്കൽ കുർസി കൊണ്ടുപോയി വെച്ചാൽ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചതുപോലെ കുർസി ചുരുങ്ങിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലി തിൽക്കൽ ഫലാത്തി അലാ തിൽക്കൽ ഹലഖ. അർശിന്റെ അടുക്കൽ ആകാശഭൂമികൾ മുഴുവൻ കുർസിന്റെ അടുത്ത് വെച്ചാൽ ആകാശഭൂമികൾ മോതിരം പോലെ ചുരുങ്ങുകയും കുർസി അർശിന്റെ അടുക്കൽ വെച്ചാൽ കുർസി മോതിരം പോലെ ചുരുങ്ങുകയും ചെയ്യും. സഹോദരങ്ങളെ, അപ്പോൾ കുർസിന്റെ വലുപ്പം എത്രയാണ്, അർശിന്റെ വലുപ്പം എത്രയാണ്, നമുക്ക് കണക്കാക്കാവുന്നതിലും അപ്പുറമാണ് എന്നർത്ഥം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ, അല്ലാഹുവിന്റെ കുർസി വസിയ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന കുർസിയുണ്ടല്ലോ, അത് മൗദിഉൽ ഖദമൈൻ, അല്ലാഹുവിന്റെ ഖദം വെക്കുന്ന ഇടമാണ്. വൽ അർശു, അവന്റെ സിംഹാസനമുണ്ടല്ലോ, ലാ യഖിദുറു അഹദുൻ ഖദറഹു, അതിന്റെ കണക്ക്, അതിന്റെ അളവ്, അതിന്റെ വലുപ്പം ഒരാൾക്കും കണക്കാക്കാൻ കഴിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ മഹത്വം പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ഹുവ റബ്ബുൽ അർശിൽ കരീം, ഹുവ റബ്ബുൽ അർശിൽ കരീം, ആ റബ്ബ് മാന്യമായ അർശിന്റെ ഉടമയാണ്, റബ്ബാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വഹുവ റബ്ബുൽ അർശിൽ അലീം, ഏറെ മഹത്വമുള്ള, ഏറെ പ്രാധാന്യമർഹിക്കുന്ന അർശിന്റെ രക്ഷിതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സിംഹാസനം അത് വഹിക്കാൻ ചില മലക്കുകൾ തന്നെയും ഉണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശ് ചുമക്കാൻ ചില മലക്കുകൾ തന്നെയുണ്ട് എന്ന് സൂറത്തു ഗാഫിറിന്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മുടെ റബ്ബ്, ലോകരക്ഷിതാവായ അല്ലാഹു ആരോഹണം ചെയ്തിട്ടുള്ളത്, ഇസ്തിവാ ചെയ്തിട്ടുള്ളത് ആ അർശിന് മുകളിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ 7 സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനം 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 5-ാമത്തെ വചനമാണ്. സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പഠിപ്പിച്ചു, അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ, അർ-റഹ്മാൻ
പരമകാരുണികനായ അല്ലാഹു ഉണ്ടല്ലോ, അലൽ അർശിസ്തവാ, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്, സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് അവൻ ഇസ്തിവാ ചെയ്തിട്ടുള്ളത്, അവന് യോജിക്കുന്ന രൂപത്തിൽ അവൻ ഉപവിഷ്ടനായിട്ടുള്ളത് അത് അർശിന് മുകളിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ 7 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇസ്തിവാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞ ഏറെ പ്രചാരം നേടിയ ഒരു വാചകം ഇപ്രകാരം നമുക്ക് കാണാം: അൽ ഇസ്തിവാഉ മഅലൂമുൻ, അല്ലാഹു സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെ അജ്ഞാതമാണ്, അറിയാത്തതാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് അതിനെക്കുറിച്ച് ചോദിക്കൽ, അതിന്റെ രൂപം എങ്ങനെ റബ്ബ് ഇസ്തിവാ ചെയ്തത് എന്നിങ്ങനെ ചോദ്യം ചെയ്യൽ അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്, മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതാണ് എന്ന് ഇമാം മാലിക് റഹ്മഹുല്ല രേഖപ്പെടുത്തിയത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അർശ് അത് ഏറ്റവും മഹത്വമുള്ളതാണ് എന്നും ആ അർശിന്റെ ചേർത്തി പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഏറെ മഹത്വമുള്ളതാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഏതാനും ചില കാര്യങ്ങൾ അർശുമായി ബന്ധപ്പെടുത്തി നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വിവരങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം വെള്ളത്തിന് മുകളിലാണ്. അപ്പോൾ താഴെ കടലിൽ മാത്രമല്ല വെള്ളം, മുകളിലും വെള്ളമുണ്ട്. എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, എവിടെയാ നിൽക്കുന്നത്? ചോദ്യം ചെയ്യുക സാധ്യമേ അല്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. ഖുർആൻ പറഞ്ഞു, ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു പ്രവർത്തിച്ചതിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല. റബ്ബിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. വഹും യുസ്അലൂൻ, അങ്ങനെ ചോദിക്കുന്നവർ നാളെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കപ്പെടും. ഖുർആൻ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഅർശുഹു അലൽ മാ, വഅർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോട് പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അൽ ഫിർദൗസ്, സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനം അല്ലാഹുവിനോട് ചോദിക്കണം. ഫഇന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ മധ്യഭാഗമാണ്. വഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നത സ്ഥാനമാണ്. ഫൗഖഹു അർശുർ റഹ്മാൻ, അതിനും മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. നിങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുമ്പോ ഉന്നത സ്ഥാനമായ ഫിർദൗസ് ചോദിക്കണം, അതിനും മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന എത്ര ആളുകളെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയൽപ്പക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലറ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം സിംഹാസനവുമായി ബന്ധിതമാണ്. അവിടുന്ന് പഠിപ്പിച്ചു, അർറഹിമു മുഅല്ലഖതും ബിൽ അർശ്, കുടുംബ ബന്ധമുണ്ടല്ലോ അത് സിംഹാസനവുമായി ചേർന്ന് നിൽക്കുകയാണ്, റബ്ബിന്റെ അർശുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തഖൂലു, ആ കുടുംബ ബന്ധം വിളിച്ചു പറയുന്നുണ്ട്, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. മൻ വസലനി, എന്നെ ചേർക്കുന്നവനാരോ, കുടുംബബന്ധം ചേർക്കുന്നവനാരോ, വസലഹുല്ലാഹ്, അവനോടുള്ള ബന്ധം, അടുപ്പം, സ്നേഹം അല്ലാഹുവും ചേർക്കുന്നതാണ്. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നോട് ബന്ധം മുറിക്കുന്നവനാരോ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനാരോ, അവനോടുള്ള ബന്ധം അല്ലാഹുവും വിച്ഛേദിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, കുടുംബബന്ധം എന്നത് ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കേണ്ടുന്ന ഒന്നല്ല. ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്നവനോട് പോലും അങ്ങോട്ട് സലാം പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് ഇഴകിച്ചേർന്ന് ജീവിക്കേണ്ട ബന്ധങ്ങളാണ് കുടുംബബന്ധം. അത് വിച്ഛേദിക്കുന്നവന് അല്ലാഹുവിനോടുള്ള സ്നേഹമില്ലാത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇഖ്റഊ ഹാതൈനിൽ ആയതൈനിൽ ലതൈനി ഫീ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ, ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നിങ്ങൾ പ്രത്യേകം പാരായണം ചെയ്തുകൊള്ളുക. എന്തേ കാരണം? ഫഇന്ന റബ്ബി അഅതാനിഹാ മിൻ തഹ്തിൽ അർശ്, അർശിന് താഴെ നിന്ന് എന്റെ റബ്ബ് എനിക്ക് തന്ന സമ്മാനമാണത്. ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്തുകളില്ലേ,
സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അത് നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം പാരായണം ചെയ്യുക. കാരണം എന്റെ റബ്ബ് അർശിന്റെ താഴെ നിന്ന് എനിക്ക് തന്ന സമ്മാനമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ ആയത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അർശുമായി ബന്ധപ്പെട്ട മഹത്വം മാത്രം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശി മിൻ കൻസിൽ ജന്ന, സ്വർഗ്ഗനിധികളിൽപ്പെട്ട അർശിന്റെ താഴെയുള്ള ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലിക്കോളൂ. അത് സ്വർഗ്ഗത്തിലെ നിധിയാണ്, അർശിന്റെ താഴെ നിന്ന് കിട്ടിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൊണ്ട് പ്രത്യേകം ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഖാലിഖായവൻ എന്നും ഖൽഖുമായി ബന്ധപ്പെട്ട അവന്റെ 2 നാമങ്ങളാണ് ഖാലിഖ്, ഖല്ലാഖ് എന്നീ നാമങ്ങളെന്നും മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ച കാര്യമായിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലാഹു മാത്രമാണ് എന്ന കാര്യമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു അല്ലാത്തവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല എന്നും അതിനാൽ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പഠിപ്പിക്കുന്നത് നാം സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും മഹത്വമുള്ള, വലുപ്പമുള്ള, ആദ്യമാദ്യം സൃഷ്ടിച്ചവയിൽ പെട്ടതാണ് അവന്റെ അർശ് എന്നും അർശുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ അർശിലാണ് നമ്മുടെ റഹ്മാനായ റബ്ബ് ഇസ്തിവാ ചെയ്യുന്നത് എന്നും അർശുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാരത്രിക ലോകത്ത് ഞാൻ ശുപാർശയ്ക്ക് വേണ്ടി എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലും. ഫഅൻതലികു ഫആതി തഹ്തൽ അർശ്, അർശിന്റെ താഴെ ഞാൻ ചെന്ന് നിൽക്കും. ഫഅഖഉ സാജിദൻ ലി റബ്ബി, അവിടെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ വീഴും. എന്നിട്ട് എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 5-6 വർഷം കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ഇബ്നു മുആദ്. ഇഹ്തസ്സ അർശുർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ സിംഹാസനം പോലും പ്രകമ്പനം കൊണ്ടു. ലിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ തുടർന്ന് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അവിടുന്ന് വല്ലാത്ത വിഷമവും ദുഃഖവും ബേജാറും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുമൊക്കെ അനുഭവിക്കുമ്പോൾ ചൊല്ലിയിരുന്ന ദിക്റിൽ അല്ലാഹുവിന്റെ അർശിലേക്ക് ചേർത്തിയായിരുന്നു ചൊല്ലിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാന യദ്ഉ ഇൻദൽ കർബ്, ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും വരുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർളി വറബ്ബുൽ അർശിൽ അലീം റബ്ബുൽ അർശിൽ കരീം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അർശ്
അത് ഏറെ പഠിക്കേണ്ടതും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. അർശുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നാം നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അവനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനും അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യാനും അവൻ മാത്രമാണ് ഖാലിഖ് ഖല്ലാഖ് എന്ന് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങൾ ഇണക്കി ചേർക്കാനുള്ള സന്മനസ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, പൊന്നോമന മക്കൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിക്കണം യാ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.